ഛേ, എനിക്കിപ്പോൾ ഈ പറ്റിയ അബദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റാറുണ്ടല്ലേ? വേറൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ഇത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉപ്പോ എരിവോ പുളിയോ കൂടിപ്പോകുന്നത്. പ്രത്യേകിച്ചും തിരക്കിട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വിരുന്നാരുള്ള ടൈമിൽ എന്തെങ്കിലും ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടി ഒരു വെപ്രാളമായിരിക്കും. എന്നാൽ ഇതിനൊരു പരിഹാരം നോക്കിയാലോ? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതിനൊരു സൊല്യൂഷൻ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഞാൻ ഇതിൽ ഇട്ട് വെക്കുകയാണ്. ഇതൊരു 20 മിനിറ്റ് അങ്ങനെ ആ കറിയിൽ തന്നെ വേണം. ഇനി ഉരുളക്കിഴങ്ങ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഉള്ളി ഉണ്ടാവുമല്ലോ എന്താണേലും വീട്ടിൽ. ഉള്ളി എടുക്കുക, ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കുക. അതും ഉപ്പ് വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ്. ഇനി ഡിന്നറിന് ചിക്കനും ചപ്പാത്തിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഉരുളയാക്കിയിട്ട് നമ്മുടെ ഈ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി. അതും ഉപ്പിനെ നല്ല പോലെ സക്ക് ചെയ്തെടുക്കും. മധുരം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ. അപ്പോൾ ഈ മധുരം വെച്ചിട്ടുള്ള കറികൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരല്പം കൂടിപ്പോയി കഴിഞ്ഞാലോ ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് കുറച്ച് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി. എന്ന് കരുതി ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും പോയി ചേർത്തേക്കരുത് കേട്ടോ. ഈ ഉപ്പും മധുരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ വളരെ സങ്കടമാവുകയും ചെയ്യും. നമുക്ക് ആ കറിക്ക് ഒരു രുചി തോന്നുകയില്ല. അപ്പോൾ എൻ്റെ മമ്മി വീട്ടിൽ ചെയ്തുണ്ടാക്കുന്ന ഒരു ചെറിയ ടിപ്പുണ്ട് കേട്ടോ. ഈ രാവിലെ ധൃതി പിടിച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് കടലക്കറിയിൽ ചെയ്തേക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ ചെയ്യണമെന്നറിയോ? കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ മേലെ തൂവി കൊടുക്കും. കറിക്ക് സ്വാദ് ഉണ്ടാവുകയും ചെയ്യും, ആ എരിവ് അങ്ങ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ പഞ്ചസാര മാത്രമല്ല, പ്രകൃതിദത്തമായ എന്ത് മധുരവും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഉദാഹരണത്തിന് തേനൊക്കെ നമുക്ക് കറിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, എരിവ് അമിതമായി പോയി കഴിഞ്ഞാൽ. ഇനി സാലഡൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളമങ്ങാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ പേടിക്കണ്ട. ബ്രെഡ് എടുത്തിട്ട് അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഈ സാലഡിൽ ഇട്ട് കൊടുക്കുക.